സ്വാഭാവികമായിട്ടും NDA അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ളതാണ് അഭിപ്രായ വോട്ടെടുപ്പ് വരെ രാഷ്ട്രീയ നിരീക്ഷകരും രാജ്യദീപ് സർദേശായിയെ പോലെ മോഡിയുടെ വലിയ വിമർശകരായിട്ടുള്ള മാധ്യമപ്രവർത്തകരും പറയുന്നത്. ഇത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത് ഈ നിതീഷ് കുമാർ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഡെഡ്ലി കോമ്പിനേഷനാണ്. റൊണാൾഡോ റിവാൾഡോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് മാത്രമല്ല, രണ്ട് പ്രബല സമുദായങ്ങളുടെ ഒരു സംഗമം കൂടിയുണ്ട്. BJP, ജനതാദൾ യുണൈറ്റഡ്, OBCയെയും അതുപോലെ സവർണ സമുദായങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഘടകം അതിനകത്തുണ്ട്. പിന്നെ ജിതം റാഞ്ച് ഇതിൻ്റെ കമ്മ്യൂണൽ കോമ്പിനേഷൻ കുറെ കൂടി വിപുലമാണ്. എങ്ങനെ വെച്ചാൽ RJD കോൺഗ്രസ് സഖ്യത്തിന് പ്രധാനമായിട്ട് യാദവന്മാരുടെയും മുസ്ലിങ്ങളുടെയും പിന്തുണയുള്ളൂ. ഇതര പിന്നോക്ക സമുദായക്കാർ പൊതുവെ യാദവന്മാരോട് വലിയ വെറുപ്പ് വെച്ച് പുലർത്തുന്നവരാണ്. അവർ ഇവരുമായിട്ട് സഹകരിക്കില്ല. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് യാദവന്മാരോട് തീരാത്ത പകയാണ്. അപ്പോൾ അവർ സഹകരിക്കില്ല. മറ്റ് സവർണ സമുദായക്കാരും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതും കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ ഒറ്റപ്പെട്ടു പോകും. മറിച്ച് മറ്റവരുടെ അത് കുറേ കൂടി വ്യാപകമാണ്. എന്ന് വെച്ചാൽ സവർണ സമുദായക്കാർക്ക് BJP ഉണ്ട്, യാദവേതര OBCക്കാർക്ക് RJD ഉണ്ട്, അല്ല നമ്മുടെ ജനതാദൾ യുണൈറ്റഡ് ഉണ്ട്, പട്ടികജാതിക്കാർക്ക് LJP ഉണ്ട്, നമ്മുടെ പാസ്വാൻ്റെ പാർട്ടി, അതെ, മറ്റവർക്ക് മാഞ്ചിയുടെ പാർട്ടിയുണ്ട്. അങ്ങനെ ഓരോ വിവിധ സമുദായങ്ങളെ ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു ക്യാൻവാസിലാണ് അവർ നിൽക്കുന്നത്. കുറേ കൂടി മഴവിൽ സഖ്യമാണ്. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബീഹാർ പോലെ കംപ്ലീറ്റ് കമ്മ്യൂണലായിട്ടുള്ളൊരു സ്റ്റേറ്റാണെന്ന് ആലോചിക്കണം. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നത്തിനൊന്നും ഒരു വിലയില്ല, രാഷ്ട്രീയമായ വോട്ടേ ഇല്ല. എല്ലാവരും അവരവരുടെ ജാതിക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ജാതി ശ്രേണികളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തത് പ്രബലവുമായിട്ടുള്ള ഒരു കാരണം. ഒന്നാമത്തേത് പണം കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കി. മൂന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡി നിതീഷ് കൂട്ടുകെട്ട്. പിന്നെ RSSൻ്റെ സംഘടനാ സംവിധാനം, പണം. BJPക്കാരുടെ ആരെങ്കിലും കാശില്ല, പണം. പിന്നെ ഇവർ കുറേ കൂടി നേരത്തെ തുടങ്ങി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ ഏതാണ്ട് തീരുമാനിച്ച് വച്ചിരുന്നു. സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ചില്ലറ നീക്കുപോക്കുകൾ വേണ്ടി വന്നുള്ളൂ. 101 സീറ്റിൽ വരുന്ന രണ്ട് മുന്നണികളും മത്സരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അത് നിതീഷ് കുമാർ തന്നെയായിരിക്കും. ആർക്കും ഒരു സംശയമൊന്നുമില്ല കാര്യത്തിൽ. കാര്യം അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA-മാരുടെ എണ്ണം നോക്കിയിട്ടൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കുള്ളൂ എന്ന് പറഞ്ഞത് BJP ക്ലെയിം ചെയ്യുന്നുള്ള അർത്ഥത്തിലല്ല. അത് നമ്മുടെ ചിരാഗ് പാസ്വാൻ ഒരു പക്ഷേ ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പയ്യനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാലും നരേന്ദ്രമോദി നിതീഷ് കുമാറിനെ മാറ്റാൻ താല്പര്യപ്പെടുകയില്ല. കാരണം നിതീഷിൻ്റെ കൂടി പിന്തുണയിലാണ് BJP കേന്ദ്രത്തിൽ നിൽക്കുന്നത്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലെ ചില ടെലിവിഷൻ ചാനലുകളും ചില പണ്ഡിതന്മാരും പറഞ്ഞിരുന്നത്, ഭരണത്തിൽ കയറാനായിട്ട് നിതീഷ് കുമാർ വലിയ ഡിമാൻഡുകൾ വയ്ക്കും. കേന്ദ്രത്തിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ചോദിക്കും, രാജ്യരക്ഷാ വകുപ്പ് ചോദിക്കും, അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് ചോദിക്കുമെന്നൊക്കെയാണ്. ഒന്നും ചോദിച്ചില്ല. അവർ ചെറിയ 1-2 വകുപ്പുകളോട് തൃപ്തരായി. ഒരു ക്യാബിനറ്റ്, ഒരു സഹമന്ത്രി കൊണ്ട് ജനതാദൾ യുണൈറ്റഡ് തൃപ്തമായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ബീഹാറാണ് പ്രധാനം. ബീഹാറിലേക്ക് വലിയ പാക്കേജ് വന്നു, ഒരുപാട് വികസന പദ്ധതികൾ വന്നു. പിന്നെ നിതീഷ് കുമാറിന് ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു. ഇത് തന്നെയാണ് ചന്ദ്രബാബു നായിഡു ചെയ്തത്. ചന്ദ്രബാബു നായിഡുവിന് ഡൽഹി പോയിട്ട് എന്ത് ചെയ്യാതെ, അദ്ദേഹത്തിൻ്റെ ഒരാളോട് മന്ത്രിയായിട്ട് പോയിട്ട് അത്രേ ഉള്ളൂ. അതിൽ കവിഞ്ഞ താല്പര്യമൊന്നും അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ട് ഡൽഹി ഭരിക്കാനായിട്ട് മോഡിക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. അതുപോലെ തന്നെ ബീഹാർ ഭരിക്കാനായിട്ട് നിതീഷിനും ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. അപ്പോൾ നിതീഷ് കുമാർ ജയിച്ച് വീണ്ടും മുഖ്യമന്ത്രിയുടെ ആരുടെ ആവശ്യമാണ്? അത് നിതീഷിൻ്റെ ആവശ്യത്തേക്കാൾ കൂടുതലായിട്ട് മോഡിയുടെ ആവശ്യമാണ്.